الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരന്മാരെ, ഈ ഒരു ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്ർ ആശംസകൾ. അല്ലാഹു നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഈ ഒരു സംഗമത്തിൻ്റെ പൂർത്തീകരണത്തിന് തീർച്ചയായും ചില ഓർക്കലുകളും ആത്മാർത്ഥമായ ചില പ്രാർത്ഥനകളും നമുക്ക് അനിവാര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ ഈദ് മുസല്ലയിൽ പങ്കെടുത്ത പലർക്കും രോഗം കൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ പോയവരുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും അവരെ ഓർക്കാതെയും നമ്മുടെ സംഗമം പൂർത്തിയാക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഈ ജില്ലയിൽ പോലും ഐശ്വര്യം കഴിയുന്ന അതല്ലെങ്കിൽ ആ നിലക്ക് അവരുടെ കുടിയിരിപ്പുകാരായിരിക്കുന്നവരുണ്ടാകും. അവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതെ നമ്മുടെ സംഗമം ഒരുപക്ഷെ പൂർത്തിയാകണമെന്നില്ല. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന മുസ്ലിമുകളുണ്ടാകും. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് ഉയരേണ്ടതുണ്ട്. ഫലസ്തീനിലെ മക്കളെക്കുറിച്ച്, അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് ഓർക്കാതെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും ഒരുപക്ഷെ നമ്മുടെ സംഗമം പൂർത്തിയാക്കുകയില്ല. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ടവരുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും നല്ല സുഖങ്ങളിൽ കഴിയുന്ന നമ്മൾ ഈ പരിസരങ്ങളിൽ പോലും വ്യത്യസ്തമായ പാലങ്ങൾക്ക് താഴെ അതല്ലെങ്കിൽ ഡ്രൈനേജുകൾക്ക് താഴെ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ടാർപോളിൻ ഷീറ്റിന് താഴെ കഴിയുന്ന മനുഷ്യരുണ്ടാകും. നമ്മുടെ കുട്ടിയുടെ കയ്യും പിടിച്ച് പുതുവസ്ത്രം ധരിച്ച് ഈ ഒരു ഈദ് മുസല്ലയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ അതൊക്കെ ഒരു സ്വപ്നമായി മാത്രം കാണുന്ന പല മനുഷ്യരും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി ഉയരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ, ഈ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ സന്തോഷമായിരുന്നു? 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു പര്യവസാനം നമ്മൾ കുറിക്കുമ്പോൾ, ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ റമദാനിൻ്റെ പകലിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടായിട്ടും നമ്മുടെ ഭക്ഷണം മാറ്റിവെച്ചത് എന്തുകൊണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ദാഹിച്ച് വരണ്ട് തൊണ്ട വരണ്ട് ഈ ശക്തമായ ചൂടിന്റെ പ്രയാസത്തിൽ പാനീയം കുടിക്കാൻ അവസരമുണ്ടായിട്ടും അതിനെ നമ്മൾ എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് നമ്മൾ ആലോചിച്ചോ? നമ്മുടെ ഇണ കൂടെ ഉണ്ടായിട്ടും ആ ഇണയോടൊപ്പമുള്ള ബന്ധത്തിലേക്ക് പകലിൽ നമ്മൾ എത്താതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയായിരുന്നു, ആ അല്ലാഹുവിന്റെ ഒരു വിളിക്കുള്ള ഉത്തരം നൽകലായിരുന്നല്ലോ യഥാർത്ഥത്തിൽ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് എന്ന ഒരു വിളിയുടെ ഉത്തരമായിരുന്നു നമ്മൾ ഈ 29 നാളുകൾ അല്ലാഹുവിന് വേണ്ടി നൽകിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് റമദാനിൽ ആ നോമ്പിന് വേണ്ടി മാത്രമല്ല നമ്മെ വിളിക്കുന്നത് എന്നതാണ് ഈ ഈദിന്റെ മുസല്ലയിലെ നമ്മുടെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. അല്ലാഹ് അവിടെ മാത്രമല്ല നമ്മളെ വിളിച്ചത്, നമ്മളെ ഈ ദീനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അല്ലാഹു ഓരോ വിശ്വാസികളെയും വിളിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ
آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കണേ. നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാദങ്ങൾ നിങ്ങൾ പിന്തുടരരുതേ. പ്രിയപ്പെട്ടവരെ, ആ പിന്തുടർച്ചയായിരുന്നു ഈമാനിനോടുള്ള ഈ ഒരു ഇഷ്ടവും സന്തോഷവും റമളാൻ നമുക്ക് നൽകിയത്. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനിനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് റബ്ബ് നൽകിയത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ആ ഈമാൻ കൊണ്ട് ഹൃദയത്തിൽ അലങ്കൃതമാക്കി റബ്ബ് നമ്മെ മാറ്റി. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, തിന്മകൾ ചെയ്യാൻ ഒരു പേടി റമളാനിൽ നമുക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് ആ വിളിയുടെ ഉത്തരമായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മെ ആവർത്തിച്ച് വിളിക്കുന്ന പല വിളിക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം. അത് ഈ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി എല്ലാം അവസാനിപ്പിക്കാനുള്ളതല്ല. ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഈദ് മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടും നമ്മൾ ഉരുവിട്ട ആ ഒരു വാചകത്തിന്റെ മാന, അർത്ഥം നമ്മൾ തിരിച്ചറിയലാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ എന്ന ആ ഒരു വാചകം അത് ഏതെങ്കിലും കാലിഗ്രാഫിയിൽ എഴുതി തൂക്കാനുള്ളതല്ലല്ലോ. അതല്ലെങ്കിൽ നമ്മുടെ ചുണ്ടറ്റത്ത് അവസാനിച്ചു പോകേണ്ട ഒരു വാചകമല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നമ്മോട് പറയുന്ന അല്ലാഹു അക്ബറുകളുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്ന അത്ഭുതങ്ങളുണ്ട്. മാതാവിന്റെ അണ്ടവാഹിനിക്കുഴയിലൂടെ ആരംഭിച്ച ഒരു യാത്രയുണ്ടായിരുന്നു നമുക്ക്. പിതാവിൽ നിന്ന് ശ്രമിച്ച 20 മുതൽ 40 വരെ ലക്ഷങ്ങളിൽ ഒരേ ഒരു ബിന്ദുവായി യാത്ര തുടങ്ങിയ നമ്മൾ, ആ യാത്ര നമ്മെ റബ്ബ് കൊണ്ടെത്തിച്ചത് എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനാക്കിയിട്ടാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ റബ്ബ് വലിയവനാണെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള സംവിധാനിച്ച സംവിധാനങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നിടത്ത്, പ്രിയപ്പെട്ടവരെ, 1,00,000 തവണ ഹൃദയം പിടിക്കുന്ന ഒരു ദിവസത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആ റബ്ബ് അല്ലാഹു അക്ബർ ആണെന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ രക്തവാഹിനി കുഴലുകളെ അതിനെ നിവർത്തി വെച്ചാൽ 96,000 കിലോമീറ്റർ ദൈർഘ്യത്തിലേക്ക് അത് മാറുമെങ്കിൽ ആ സൃഷ്ടിച്ച റബ്ബ് അല്ലാഹു അക്ബർ ആണെന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടോ? 37 ട്രില്യൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച റബ്ബിനെ അല്ലാഹു അക്ബർ ആണെന്ന് തിരിച്ചറിയാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലെ തലച്ചോറെന്ന് പറയുന്ന മഹാത്ഭുതത്തിന്റെ അകത്ത് വെറും കോടിക്കണക്കിന് സെല്ലുകളിലെ ഒരു സെല്ലിനകത്ത് പോലും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഡാറ്റ കൊള്ളുമാറ് ആ ഒരു കോശത്തെ സംവിധാനിച്ച റബ്ബ് അല്ലാഹു അക്ബർ ആണെന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് ജനിച്ചു വീഴുന്ന ഈ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നിടത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും ഗാലക്സികളെയും കാറ്റാറുകളെയും കാനനങ്ങളെയും സൃഷ്ടിച്ച റബ്ബ്, ഈ ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും സൃഷ്ടിച്ച ഒരു റബ്ബ്, ആ റഹ്മാനായ റബ്ബ് അല്ലാഹു അക്ബർ ആണെന്ന് മന്ത്രിക്കുന്നിടത്ത്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس. ഇതിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബ് അല്ലാഹു അക്ബർ ആണെന്ന് പറയുന്നിടത്ത് സാഹിബ് യാസീൻ പ്രഖ്യാപിച്ചതുപോലെ ചില പ്രഖ്യാപനങ്ങൾ നമുക്കുണ്ടാകണം. വമാലിയ ലാ അഅ്ബുദല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. ആ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമുണ്ട്? പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു വാചകമല്ലേ അത്? ആ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ ഏലസുകളിലേക്ക്, ദർഗകളിലേക്ക്, തന്റെ രോഗത്തിന്റെ, തന്റെ ബുദ്ധിമുട്ടിന്റെ, തന്റെ പ്രയാസങ്ങളുടെ ശയ്യയിൽ ആ റബ്ബല്ലാത്ത മറ്റൊരു ശക്തിയിലേക്ക് നമ്മുടെ ഹൃദയം പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ ഉരുവിട്ട നമ്മുടെ ഹൃദയത്തിന് എങ്ങനെയാണ് റബ്ബ് വലിയവനാണെന്ന് പറയാൻ സാധിക്കുക? അല്ലെ? വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ ചില സന്ദേശങ്ങളുണ്ട്. ഖുർആൻ നമുക്ക് തെളിയിച്ച ചില ചരിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അയവറക്കാതെ, പ്രിയപ്പെട്ടവരെ, ആ റബ്ബിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയില്ല. അല്ലെ? ആലോചിച്ചു നോക്കുക. അയ്യൂബ് നബിയുടെ രോഗത്തിന്റെ ശയ്യയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്, പ്രിയപ്പെട്ടവരെ, രോഗമെന്ന അവ സുഖപ്പെടുത്തുമെന്ന് പറയാനാണ്.
അറിയിച്ചിട്ടുണ്ട് നമ്മൾ മൂസാ നബിയെ ചെങ്കടലിന്റെ മുന്നിൽ നിന്ന് കടലിനെ പിളർത്തി അള്ളാഹു സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഏതുവിധ പ്രതിസന്ധികളിലും മുസ്ലിമീങ്ങളെ നിങ്ങളെ അള്ളാഹു സഹായിക്കുമെന്ന് പറയാനാ. ഇരുട്ടറകളിൽ നിന്ന്, ആകാശത്തിന്റെ അനന്തതയുടെ ഇരുട്ടിൽ നിന്ന്, ആടിയുടെ ഇരുട്ടിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അള്ളാഹു സഹായിക്കും എന്ന് പറയാനാ. എങ്ങനെ റബ്ബല്ലാത്തൊരു ശക്തിയിലേക്ക് മനുഷ്യന്റെ കൈകൾ ഉയരും? പ്രിയപ്പെട്ടവരെ, ഈ ഈദ് മുസല്ല നമ്മോട് പറയേണ്ടത് നമ്മുടെ കരങ്ങൾ ആ റബ്ബിലേക്ക് മാത്രം ഉയരണം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാണ് നമുക്ക് സാധിക്കണം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ നബാ. എല്ലാ ഉമ്മത്തും, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇല്ലാ മൻ നബാ, ഒറ്റൊരുത്തൻ, ഒരു വിഭാഗക്കാർ സ്വർഗക്കാരല്ലവർ. ചോദിച്ച റസൂലേ, ആരാണവർ? അവർ ആളുകൾ എന്നെ അനുസരിച്ചവർ സ്വർഗത്തിലേക്കും എന്നെ ധിക്കരിച്ചവർ അത് നരകത്തിലേക്കുമാണ്. നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തിജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കായില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നബി സ്നേഹം എന്ന് പറയാൻ നമുക്ക് കഴിയും? ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ചെയ്ത, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ചെയ്ത ഏതെങ്കിലും ഒരു ചാരിറ്റിയെ ലൈക്കുകൾ കൊണ്ട് നടക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കും. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യോദയ സൂര്യാസ്തമയ നാൾ വരെയുള്ള സന്ദേശങ്ങൾ കൈമാറിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ റസൂലിനെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിച്ചോ? സ്ത്രീകളുടെ സംരക്ഷകനായി, വിധവകളുടെ സംരക്ഷകനായി, അനാഥകളുടെ സംരക്ഷകനായി ലോകത്തെ യുദ്ധത്തിന്റെ നേരെന്നറിയും പഠിപ്പിച്ച പ്രവാചകൻ ശരീരത്തിൽ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ജോലിക്കാരന് കൂലി നൽകണമെന്ന് പഠിപ്പിച്ചവൻ, അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവന്റെ പശിയടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അങ്ങനെ നിരവധി സന്ദേശങ്ങളുടെ മാതൃക കാണിച്ച അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ ഹീറോ ആയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ റോൾ മോഡൽ ആയിട്ടുണ്ടോ? രണ്ടാമത് പ്രിയപ്പെട്ടവരെ, ആ റസൂല് നമ്മുടെ ജീവിതമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ റമദാനും നമ്മുടെ ഈദുമൊക്കെ പൂർത്തിയാകുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാം അവസാനിക്കാനുള്ളതല്ല, എല്ലാം ഇതോടുകൂടി നിർത്താനുള്ളതല്ല. രാത്രി നമസ്കാരങ്ങളും നമ്മുടെ ജമാഅത്തുകളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും എല്ലാം അവസാനിക്കാനുള്ളതല്ല. നമ്മുടെ അധ്വാനം ഏതുവരെയാണ്? എന്റെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം, അത് മരണമാണ്. ആ മരണത്തിന് മുമ്പ്, ആ മരണം വരെ നിങ്ങളുടെ ജീവിതത്തെ ഇബാദത്തിലാക്കണമെന്ന റബ്ബിന്റെ കൽപ്പന. ആകാശഭൂമികളെക്കാൾ വിശാലമായ ഒരു സ്വർഗലോകത്തേക്ക് പ്രിയപ്പെട്ടവരെ എത്താൻ നമ്മുടെ ജീവിതത്തെ പ്രാപ്തിപ്പെടുത്താനാണ് ഈ 29 ദിവസത്തെ പ്രാക്ടീസ് നമുക്ക് അല്ലാഹു തആല നൽകിയത്. ഒന്നും അവസാനിച്ചുകൂടാ. നമ്മുടെ അലാം ക്ലോക്കുകൾ അത് ഇനിയും അടിക്കണം. നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ഇനിയും സുബ്ഹ് ജമാഅത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയെ വിളിച്ചുണർത്താൻ, നമ്മുടെ മക്കളെ വിളിച്ചുണർത്താൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളുടെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? സ്വന്തം ഉപ്പയുടെ വില മനസ്സിലാക്കാത്ത ഒരു മകനെ ഈദിന്റെ എന്ത് സന്തോഷമാണുള്ളത്? തന്റെ ഉപ്പ കൊണ്ട വെയിലാണ്, തന്റെ തണലെന്ന് ഒരു വെറും വാചകമല്ലല്ലോ പ്രിയപ്പെട്ടവരത്. നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി അധ്വാനിച്ച അധ്വാനങ്ങൾ ആ ഉപ്പയുടെ കൈ പിടിച്ചു പറയാൻ, ആ ഉപ്പയെ സ്നേഹിക്കുന്നിടത്ത്, ആ ഉപ്പയുടെ അടുത്തിരിക്കുന്നിടത്ത് നമ്മൾ എത്ര പേരുണ്ട്? ഉമ്മയുടെ ശരീരത്തിലെ 20-ലേറെ എല്ലുകൾ നുറുങ്ങുന്ന വേദനയിൽ, പാതി മരണത്തിന്റെ വേദനയിൽ നമ്മളെ ഈ ലോകത്തേക്ക് പ്രസവിച്ചിട്ട ആ ഉമ്മയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരു മകളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിന്റെ സന്ദേശം പകരാനുണ്ടായിരിക്കും. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ഒരു കരാർ വാങ്ങി, അവരുടെ പിതാവിൽ നിന്നൊരു കരാർ വാങ്ങി ആ പ്രിയപ്പെട്ടവൾ നമ്മുടെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ എല്ലാം വിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളെയും പിതാവിനെയും ഉമ്മയെയും കൂട്ടുകാരെയും കളിക്കൂട്ടുകാരെയും എല്ലാം വിട്ട് നമ്മോടൊപ്പം നമ്മുടെ ജീവിത സഹിയായി വന്ന ആ ഒരു പ്രിയതമയുടെ ശരീരത്തിലേക്ക് നമ്മുടെ കൈകൾ അത് അനർത്ഥമായി പതിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവിന്റെ വിയർപ്പിന്റെ മണം അത് നമുക്കറിയാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യമാരെ, ബന്ധത്തിന്റെ വില നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ ഈദിന്റെ സന്ദേശമായി എല്ലാ ബന്ധങ്ങളും ഏറ്റവും സുദൃഢമാക്കാൻ, ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ കുറിച്ചാണ് നമുക്ക് ആശങ്ക അല്ലേ? ഏതെങ്കിലും ഫാനിന്റെ ചുവട്ടിൽ തൂങ്ങിയാടുന്ന കയറിൽ അവസാനിക്കുന്ന മൃതദേഹങ്ങളായി നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ കയറെടുത്തു കൊടുത്തുകൂടാ, നമ്മൾ എടുത്തു കൊടുത്ത അനിസ്ലാമിക വസ്ത്രമായിക്കൂടാ, നമ്മൾ വാങ്ങിക്കൊടുത്ത മൊബൈലായിക്കൂടാ, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ലിപ്സ്റ്റിക് ആയിക്കൂടാ നമ്മളുടെ മക്കളുടെ ജീവിതത്തെ തകർച്ചു കളയുന്നത്. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരെ, ഉമ്മമാരെ, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഈ ഈദ് കഴിഞ്ഞാൽ അവരെത്തിപ്പെടുന്ന മേഖലകളെ പറ്റി നമ്മൾ ആലോചിക്കുക. ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതം നമ്മോട് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ നിറകുടങ്ങളായി മാറാൻ നമുക്ക് സാധിക്കണം. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് നമ്മോട് കരുണ കാണിക്കുമെന്നല്ലേ? നമ്മുടെ ചുറ്റുമുള്ള വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുന്നിടത്ത് നമ്മൾ മുസ്ലിം ആകുകയില്ല എന്ന, യഥാർത്ഥ മുഅ്മിനാകുകയില്ല എന്ന ഹദീസ് 1000 തവണ കേട്ടവരായിരിക്കും നമ്മൾ. പക്ഷേ എത്ര പേർ ആ അയൽവാസിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അന്വേഷിക്കുന്നിടത്ത് ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാരുണ്യം നിലനിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ ധരിച്ച പുതുവസ്ത്രം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇസ്രയേലിലൂടെ 1300 രൂപ നൽകാൻ സാധിക്കുന്നിടത്ത് അവർ ഇന്ന് അനുഭവിക്കുന്ന ആനന്ദത്തിന് അവരുടെ മാതാപിതാക്കൾ ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മതിയാകും നമ്മുടെ പ്രതിസന്ധികൾ അതെടുത്ത് മാറ്റാൻ. അതുകൊണ്ട് അത്തരം കാരുണ്യത്തിലേക്ക് നമ്മൾ എത്തണം. കുടുംബബന്ധം മുറിച്ചിടത്ത് കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ലേ? ഇനിയും കൈ കൊടുത്ത് സലാം പറഞ്ഞ് മടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത റമദാനിലെ നോമ്പ് റബ്ബിന് വേണ്ട. അവർ ഇണക്കത്തിലാകുന്നത് വരെ അത് സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇന്നത്തെ ദിവസം അത് നമ്മുടെ മൊബൈലിൽ തോണ്ടിയിരിക്കേണ്ട ദിവസമല്ല. കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലണം. ഏതെങ്കിലും ഒരു ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്ന് കൈകൊടുത്ത് സലാം പറയാനും കെട്ടിപ്പിടിക്കാനും നമുക്ക് സാധിക്കണം എന്ന ചിന്തയിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും എത്തണം. അല്ലെ? പ്രബോധന രംഗത്ത് നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. വലിയ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ചുരുക്കുകയാണ്. നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. ഒരായത്തെങ്കിലും നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നതിന്റെ ആശയത്തിൽ നിന്ന് എന്ത് പ്രവർത്തിച്ചു നമ്മൾ ഈ ദീനിനു വേണ്ടി ഒരാൾക്ക് ഒരു മതം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, ഒരാളെ ഒരു ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളും എന്ത് ചെയ്തു, നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, അസമാധാനത്തിലാണ് നമ്മൾ, ആശങ്കകളിലാണ് നമ്മൾ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വേദനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമ്പത്ത് കിട്ടിയാൽ എല്ലാം പരിഹരിക്കപ്പെടും. ഒരുപാട് കോടികളിൽ, ഒരുപാട് സൗഭാഗ്യതകളിൽ, കൊട്ടാരങ്ങളിൽ ജീവിച്ചാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യർ ടാബ്ലറ്റ് കഴിച്ചുറങ്ങുന്ന ആളുകളില്ലേ? സൗകര്യമില്ലാത്തതിൻ്റെ പേരിലാണോ? അവിടെ ഇല്ലാതെ പോകുന്ന ഒന്നുണ്ട്. അലാബിരിക്കില്ലാതെ അള്ളാഹനെ ഓർക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് സമാധാനം നൽകും. അള്ളാഹനെ സൂക്ഷിച്ചാൽ അള്ളാഹു തുറവി തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആശങ്കയിലാണെങ്കിലും നമ്മുടെ കച്ചവടത്തിന്റെ, നമ്മുടെ ജോലിയുടെ, നമ്മുടെ മക്കളുടെ വിവാഹത്തിന്റെ, നമ്മുടെ രോഗത്തിന്റെ എന്ത് പ്രതിസന്ധിയുണ്ടോ
റമദാനിൽ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ചതുപോലെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജ യജ്അൽ ലഹു ഫുർഖാന, അല്ലാഹു തരും തുറവി. അതുകൊണ്ട് ആ റബ്ബിനെ പറ്റി പഠിക്കുന്നിടത്ത്, ആ റബ്ബിനെ പറ്റി ഓർക്കുന്നിടത്ത് സമാധാനമുള്ളൂ. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ എമ്പാടുമുണ്ട്. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വാരി വിതറിയിടപ്പെട്ടിട്ടുണ്ട്. നമ്മളവിടെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഈ ഒരു റമദാൻ അവസാനിക്കുമ്പോൾ എത്ര റമദാനിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്നു, നമ്മൾ എത്ര പേർ അതിൽ പങ്കെടുത്തു? പ്രിയപ്പെട്ടവരെ, അത് തുടരേണ്ടതാണ്. ഖുർആനിക പഠനം നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് QHLS പഠനങ്ങൾ ഉണ്ടായിരിക്കും. മക്കളോടൊപ്പം നമ്മൾ ഭർത്താവിന്റെ കൂടെ, ഉപ്പയുടെ കൂടെ നമ്മൾ അവിടെ എത്തുന്നിടത്താണ് മനസ്സിന്റെ സമാധാനമുള്ളത്. 24 മണിക്കൂർ നമുക്ക് ദീന് കേൾക്കാൻ അടുക്കളയിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് കേൾക്കാൻ പറ്റും. 100-300 കൊടുത്താൽ ഒരു ചെറിയ ഒരു മൈക്രോഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ അടുക്കളയുടെ ജോലികൾക്കിടയിൽ നിന്ന് നമ്മുടെ മനസ്സിന്റെ അസമാധാനങ്ങൾക്ക് നമുക്ക് ശാന്തി നൽകുന്ന പീസ് റേഡിയോയിലെ നമ്മുടെ പണ്ഡിതന്മാർ വിക്ഷേപണം ചെയ്യുന്ന ക്ലാസുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ എത്ര പേർ അത്തരത്തിൽ റബ്ബിനെ പറ്റി ആലോചിക്കുന്നിടത്തെ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. ജമീൽ എന്ന ആപ്പ് പോലെ നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും അല്ലേ, സക്കാത്തിന്റെ കണക്ക് കൂട്ടുന്നിടത്ത് നമുക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകും. പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ നമ്മുടെ സാലറി അടിച്ചു കൊടുത്താൽ നമുക്കത് കൃത്യമായി കൊണ്ട് കണക്ക് കൂട്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ദീനിന്റെ സംവിധാനങ്ങളും പഠിക്കാൻ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ സമാധാനം നിലനിൽക്കുന്നത്. ഈ ഒരു വെയിലിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അഫുവൻ സംസാരം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇതിന്റെ സന്ദേശമായി ഉൾക്കൊള്ളാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്ന അനേകായിരം ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, റഹ്മാനായ റബ്ബ് അവരുടെ രോഗത്തിന് പൂർണ്ണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഈ എല്ലാവിധ പ്രതിസന്ധികൾ, എല്ലാവിധ പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാവിധ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അബദ്ധങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ റഹ്മാനായ റബ്ബ് അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ റഹ്മാനായ റബ്ബ് അവരുടെ പ്രതിസന്ധികളെ ദൂരീകരിച്ച് സമാധാനവും സുരക്ഷയും നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.